ഞാൻ മൊത്തം എനിക്കത് വയ്യ. അയ്യോ ഹെവി മഴ, ഹെവി പുറത്തോട്ട് ഇറങ്ങിയുള്ളൂ. ഹെവി മഴ കണ്ട അവര് മിക്കവാറും നനഞ്ഞ് കുളിരിക്കും കേട്ടാ. തിരിച്ചുവിടുന്നു. വാട്ട്സ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്നാണെങ്കിൽ ഫസ്റ്റ് ഡേ ആണ് അല്ലേ ഇവിടെ വന്നിട്ട്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് കുറച്ചൊന്ന് ജസ്റ്റ് റാൻഡമായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. ഇവിടെ എന്തോ ഉള്ളത് നമുക്ക് വലിയ ക്ലിയർ പിക്ചറൊന്നും ഇല്ല, ഒരു ചെറുതായിട്ടൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ വിചാരിച്ച് പോയി ഇതെല്ലാം ഒന്ന് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് വരാം. ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ 11 മണിയായി. 11 മണിയായപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ആയത്, ഫുൾ റെഡി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. റെഡി അല്ലേ? പോവല്ലേ ഗൈസ്? രാവിലെ നല്ല മഴയുണ്ട്. ഇപ്പോൾ കുറച്ച് ചാറ്റ മഴയാണ്, നല്ല മഴക്കോളുണ്ട്. എങ്ങോട്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഈ മഴ കാരണം ഫുള്ള് സീനാണ് ഈ മഴ. നമ്മൾ ന്യൂകാസിൽ ഇറങ്ങുമ്പോൾ അവിടെ ഒരു മഴയില്ല, ഒരു വിഷയമില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മഴയും കൊടുങ്കാറ്റും. ആണ്ടെ ഓരോ ചെറിയ ചെറിയ ഹൗസുകളുണ്ടോ ഇവിടെ എല്ലാം കണ്ടോ? ഓരോ ഹൗസുകൾ, കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ആണ്ടെ ചെറിയ ആണ്ട് ഇതൊരു വീട്, അതൊരു വീട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ നമ്പർ 12 ആണ്. ഓൾമോസ്റ്റ് എനിക്കൊന്ന് 12 എണ്ണം ഉണ്ട് ഇവിടെ. 12 എണ്ണം ഉള്ളത് കേട്ടോ. ടോട്ടൽ 12 വീടുകളുണ്ട്. അത് ഈ മലയുടെ കൊണ്ടേക്ക് ദൈവം വല്ല ഉരുളെല്ലാം പൊട്ടിയാൽ തീർന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഉണ്ട് ഓരോ ഹൗസുകളുണ്ട്, സെറ്റാ. നല്ല നല്ല വൈബുണ്ട് കേട്ടോ, കാണാനൊരു അല്ലേ നൈസ് സ്ഥലം. ഇങ്ങനത്തെ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ ഇങ്ങനെ സെറ്റാക്കിയിട്ടേ. നാട്ടിലല്ലൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ കേട്ടോ. നാട്ടിലൊക്കെ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നി മൂന്നാറൊക്കെ ഉണ്ടാവും ഇല്ലേ ബ്രോ? വയനാട്, മൂന്നാർ ഒരുപാടുണ്ടാവും. ഇതിനേക്കാളും വെടിച്ചിലുണ്ടാവും. കോട്ട് വിഷയമാണോ? ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ അവിടെ വെയിലായോണ്ട് ഒന്നും എടുക്കാൻ ബ്രോ. ഇത് രസമുണ്ട്. അവിടെ ഇവിടെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒന്നും എടുത്തു തരാം കേട്ടോ. അത് കുഴപ്പമില്ല, ഇത് മതി. ഇതാ പെർഫെക്റ്റ്, ഇതാ കറക്റ്റ്. അവിടെ ഞാൻ ഷൂട്ട് ചെയ്ത് തരാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്റെ മോളെ നേരത്തെ വരണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ലോങ് ക്യൂവിലാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളാ പോകുന്ന സ്ഥലത്തിന് വരുന്നോ ബ്രോ? മുള്ളിക്കാട്ടിലുകാർക്ക് എന്താണ് മുള്ളു കിട്ടും. മുള്ളിക്കാട്ടിലുണ്ട്. സന്തോഷായില്ലേ? എല്ലായിടത്തും ഉണ്ട്. ഫോട്ടോ ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ മഴയായിരിക്കും. തിരിച്ചു ഇനി എവിടെയെങ്കിലും ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വന്നിട്ടിടണം. കാരണം അതിൽ 90% ആൾക്കാരും അതിൽ ഒരു 50% ചോദിക്കും, അവള് പോയി തുടങ്ങി ഫോട്ടോ ഇട്ടതായിരിക്കും. ബാക്കി ഒരു 50% പറയും, ഓ ലെറ്റ്സ് ഹർ എൻജോയ് എന്ന് പറയും. ഗൈസ്, നമ്മളിവിടെ ക്യൂവില് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറേ വണ്ടികളുണ്ട് അപ്പൊ ഫെറിയിലോട്ട് പോകാൻ വേണ്ടി. അതിനകത്തൂടെ കേറിയിട്ട് വേണം നമ്മള് എവിടാ പോകുന്നത്? ഐൽ ഓഫ് മുള്ളിൽ പോകുന്നത്. എന്താവോ എന്തോ നല്ല വീഡിയോ ക്ലാരിറ്റി, ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കണം. സുന്ദരമായിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന ഷിപ്പാ തോന്നാട്ടോ. ഞാൻ വിചാരിച്ച ഈ ഷിപ്പിനകത്ത് ഫുഡ് റെസ്റ്റോറന്റ് ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. കാരണം നമ്മളന്ന് വിഡ്ബി പോയപ്പോ പൊളി കേട്ടോ, സെറ്റ്. ഇതിന്റെ അകത്ത് കാർ കയറ്റിക്കൊണ്ട് പോകുന്നൊരു ഇതിനകത്താ നമ്മൾ കയറ്റുന്നേ. ഇതിനകത്ത് നമ്മൾ കയറ്റുന്നേ. ഇതിനകത്ത് എവിടെ കയറുന്നേ കാറ്? എനിക്കത് കാറ് കയറ്റിയിട്ടിട്ട് നമുക്ക് മേലോട്ട് കയറി പോവാവോ? അതാ ഇവൻ പറഞ്ഞത്. പൊളി. സ്തോത്രം പ്രാർത്ഥിച്ചോ? പേടിച്ചോ? ഇത് ടൈറ്റാനിക് ആണ്, മനസ്സിലായോ? ഗൈസ്, നമ്മളങ്ങനെ ഫെറിക്കകത്തോട്ട് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകണം. ഓരോരുത്തർ കൊണ്ടുപോകുന്നുണ്ടോ? ഓരോരുത്തർ വണ്ടി ഇങ്ങനെ അതിനകത്തോട് വരുന്നുണ്ടോ? സെറ്റ് അല്ലേ? കുറച്ച് ഒരു പ്രീമിയം ലുക്കുള്ള ഫെറി അടിക്കും. നമുക്ക് ആലപ്പുഴയിലാണെങ്കിൽ ഇപ്പൊ ഇത് നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു ഷോറൂമിനകത്ത് കയറുന്നൊരു ഫീൽ അല്ലേ? കാർ ഷോറൂമിനകത്തൊരു ഫീലുണ്ട്. നമ്മൾ ഇന്നത്തെ ഇങ്ങനെ ഇരിക്കണോ? നമുക്ക് മേളിൽ പോവാൻ വേണമെങ്കിൽ അതാ നല്ലത്. കാരണം ഇത് 1 hour ഏതാണ്ട്. പോളി മേളിൽ പോയിരിക്കും. നമുക്ക് പോകാണ്ട് എല്ലാരും പോകുന്നുണ്ട്. ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്. ഇതാണ് നമ്മുടെ സെറ്റ്. നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഗൈസ്, നമ്മളിപ്പോൾ ഈ ഷിപ്പിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ടോപ്പിലാണ്, ഏറ്റവും മുകളിൽ നമ്മൾ ഇതിന്റെ ഫുൾ വ്യൂ എന്ന് കാണുകയാണ്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ആണ്ടെ സംഭവം പുക വന്നു, സ്റ്റാർട്ടായി, എൻജിൻ സ്റ്റാർട്ടായി ഗൈസ്, എൻജിൻ സ്റ്റാർട്ടായി. ആണ്ടെ പുക വന്നു. ആണ്ടെ
ഓ ഷിപ്പ് അനങ്ങി കേട്ടോ, ഷിപ്പ് അനങ്ങി. അനങ്ങി അനങ്ങി അനങ്ങി. 55 മിനിറ്റ് ആണോ? 1 hour ആണോ? ഞാൻ മോനെ ഒരു രക്ഷയില്ലാട്ടോ, 1 മണിക്കൂർ കൊണ്ട് ഇരിക്കാം, ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം മലയും. ആ ഹെലികോപ്റ്റർ അങ്ങ് പോയി കണ്ടോ. ഇല്ല ലൈഫിൽ വരത്തില്ല, വന്നത് വന്നു കഴിഞ്ഞു വ്ലോഗ് എടുക്കുന്നുണ്ട്. ഓ സൂപ്പർ, ഈ സ്ഥലം മിസ് ചെയ്താല് ലൈഫിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? അങ്ങനെ തിരിച്ചു വെക്ക്. അതെ 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 അതെ. ഇനി ഒന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരില്ല. വീടിന്റെ പുറത്തിറങ്ങാത്തവനാണ് ഈ പറയുന്നത്. വലിച്ചു പറിച്ചു കൊണ്ടുവന്നേ ഞാൻ. എനിക്കാണ് മുറ്റത്തിറങ്ങാൻ പേടിയപ്പോ വയ്യ. പക്ഷെ സ്ഥലം ഒന്നും പറയാം. ഇത് കണ്ടല്ലോ, ഭയങ്കര രസമാണ്, എക്സ്പീരിയൻസ് ചെയ്യണം. അത് ബാക്ക് ക്യാമറ വെച്ച് നോക്കപ്പോ കുറച്ചുകൂടെ വൈബായിരിക്കും അല്ലേ? ഞാൻ നമ്മളെ കഥ പറച്ചില്ല, ഇങ്ങനെ കുറച്ച് കഥ പറയാം, അത് നമുക്ക് എടുക്കാം. ഇതുണ്ടല്ലോ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് വന്ന് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ബോട്ട് എടുത്തിട്ട് നമ്മളെ വണ്ടി കാർ ഇതിനകത്തുണ്ട്, കാർ ഇതിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. ഈ കാർ ആരും എടുത്തോണ്ട് പോകും? കാർ ആർക്കും എന്ത് രസമുണ്ടെന്നേ. താങ്ക് യു ഗോഡ്, മഴ പെയ്യാത്തത് വളരെ നന്ദി. ഓ ശരിയാ, മഴ പെയ്തായിരുന്നു. ഫുൾ ക്രൗഡായിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് മഴയൊക്കെ ഇങ്ങനെ ചാറ്റമഴ പെയ്തപ്പോൾ എല്ലാവരും താഴോട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങൾ വീണ്ടും മഴയത്തും വെയിലത്തും മായാത്ത ഭംഗി പോലെ ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് ചായയും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ആ കുഴപ്പമില്ല. ഹോട്ടൽ എങ്ങനെ ഉണ്ട്? സെറ്റ് കേട്ടാ. മണിക്കുട്ടി നമ്മളിവിടുത്തെ ഫസ്റ്റ് എത്തിയേക്കുന്ന ഒരു ബീച്ചിലാണ്. ഓക്കെ, നമ്മളൊരു ബീച്ചിൽ എത്തി. ഞാനാണെങ്കിൽ ഒരു കോട്ടും എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. തണുത്തിട്ട് എനിക്ക് എന്റെ അട്ടപ്പാട്ട കണ്ണിക്കൊക്കെ വെള്ളം വരുന്നു. എനിക്ക് നടക്കുന്നില്ല. അതങ്ങോട്ട് ഊരി കഴിഞ്ഞപ്പോഴത്തെ അറിയുന്നില്ല. എന്നാലും പ്രശ്നമില്ല, കരഞ്ഞോണ്ടാണ് ഈ നടക്കുന്നത്. മൊട്ടത്തലയ്ക്ക് അതൊരു തണുത്ത കാറ്റങ്ങോട്ട് അടിക്കുകയാണ്. ഒട്ടുക്കത്തെ മഴ. ഞാൻ തിരിച്ചോടി കേട്ടോ, എന്റെ ജാക്കറ്റ് ഒന്നും ഇല്ലല്ലോ. എന്റെ എന്തോ പയ്യെ നീങ്ങ. ഓ എന്താ പോന്നെ, ഞാൻ മൊത്തം നനഞ്ഞു. എനിക്കത് വയ്യ. അമ്മേ അയ്യോ, ഹെവി മഴ, ഹെവി. പുറത്തോട്ട് ഇറങ്ങിയുള്ളൂ, ഹെവി മഴ. കണ്ട അവര് മിക്കവാറും നനഞ്ഞ് കുളിരിക്കും കേട്ടാ. തിരിച്ചോടുന്നു, ഓടുന്നു. അങ്ങോട്ട് ഇറങ്ങി നോക്കണു. എന്റെ പൊന്നോ, ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാ. ഞാൻ കുളിച്ച് എന്റെ അമ്മേ. ഞാനേ പറഞ്ഞ ആദ്യം ബീച്ച് വരെ. രണ്ടും കൽപ്പിച്ച് വീണ്ടും ഇറങ്ങി. മഴ പുറത്തു വന്നു. എന്റെ മോനെ ഒന്നും പറയണ്ട, നനഞ്ഞൊരു പരുവായി ഞാനൊക്കെ. മഴ ഒന്ന് തോന്നുമ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങി. രണ്ടും കൽപ്പിച്ച് നല്ല വ്യൂ ആണ്, കാണിച്ചു തരാം. ഞാൻ ഇവിടുത്തെ കുറച്ച് ക്ലിപ്സ് എടുത്തതാണ് കേട്ടോ, നിങ്ങളിത് കണ്ടിട്ടോ. എങ്ങനെയുണ്ട്? വൈറ്റ് സാൻഡ് ആണല്ലേ? ഒരു പരുവല്ലേ? എല്ലാരും എന്നെ നോക്കുന്നുണ്ട്, ഈ പെണ്ണ് മാത്രം എന്താ ഇങ്ങനെ വന്നേക്കുന്നത്? ഫോട്ടോഷൂട്ട് ആണ്. ഇതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന ഏരിയ. കണ്ട ആംബിയൻസ് കണ്ട, ഫുള്ള് കടല്, പിന്നെ വൈറ്റ് സാൻഡ്, നൈസ്. ഫുള്ള് ആംബിയൻസിന്റെ കാര്യത്തിൽ ഒരു കുറവില്ല. കേബി എങ്ങനെ ഉണ്ടായിരുന്നു? മഴ പെയ്താലും
മഴ പെയ്താലും എന്താ ഒരു ഇപ്പൊ ഇച്ചിരി വെയിലായപ്പോ ഒരു സന്തോഷം അല്ലേ? കേറുന്ന സമയത്ത് വെയിലല്ലേ, അതാണ് പ്രകൃതിയുടെ തന്നെ നമ്മളോട് ഒരു ഒത്തൊരുമ. എന്തായാലും ഇവിടെ വരേണ്ടതല്ലേ? ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ട പ്ലേസ് തന്നെ. അതൊരു വീക്കെൻഡ് ഒക്കെ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. വീക്കെൻഡ് വൈബ് നല്ല രസമാണ്. സത്യം ഗൈസ്, ഇതൊരു പള്ളിയാണ് കണ്ടോ, മേളിൽ കുരിശൊക്കെ ഉണ്ട്. ഒരു പള്ളിയാണ്. ആ പള്ളി അവരത് കൺവേർട്ട് ചെയ്ത് അത് റെസ്റ്റോറൻ്റ് ആക്കി കേട്ടോ. റെസ്റ്റോറൻ്റ് ആൻഡ് ബാർ സെറ്റപ്പിലോട്ട് മാറിയിട്ടുണ്ട്. മോനെ പള്ളി വാങ്ങിച്ചിട്ട് അവരത് റെസ്റ്റോറൻ്റ് ആക്കി. ഇവിടെ ഉള്ള ആകെയുള്ളൊരു ടൗൺഷിപ്പാണ് ഇതാണ്ടോ ഈ കാണുന്ന ഇത്രയും ഷോപ്സ്. കുറച്ച് ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്സും അങ്ങനെ. പിന്നെ ഇതിനകത്ത് കൊണ്ട് മോനെ 2 ഇന്ത്യൻ ടേക്ക് അവേസ്. അതാണ് ഷോക്കിങ്. എന്തേ എന്ത് കട അടച്ചേക്കോ? നാട്ടിലേക്ക് തോന്നുന്നു. ഫിഷ് ആൻഡ് ചിപ്സ് സോസ് എന്ത് ചേച്ചി? നമ്മളൊരു ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്ത്. കാരണം ഇതൊരു അത്യാവശ്യം ഒരു എന്താ പറയുക, സീ ഷോർ ആയതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ടല്ലേ? നല്ല രുചിയുണ്ട്. അപ്പം നമ്മളിത് കഴിക്കട്ടെ ഗൈസ്.